ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള ഒരടിപൊളി ജ്യൂസാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായി തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ഈ ഒരു റാഗി മിക്സ് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടേക്കൊന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. പൊതുവേ നമ്മൾ കുട്ടികൾക്ക് റാഗി കൊണ്ട് എന്ത് തയ്യാറാക്കി കൊടുത്താലും അവർക്കത് കഴിക്കാനായിട്ടൊക്കെ നല്ല മടിയായിരിക്കില്ലേ. പക്ഷെ നമ്മൾ ഇതുപോലെ റാഗിയൊക്കെ വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കുടിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ജ്യൂസിന് റാഗിയുടെ യാതൊരുവിധ ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് റാഗിയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവേയില്ല. ഇനിതാ നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കണത്. നമുക്ക് സാധാരണ പാക്കറ്റിലൊക്കെ കിട്ടണ പാലില്ലേ, അതെല്ലാം തന്നെ പാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും. അതുകൊണ്ട് അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പാലാണ് എടുക്കണതെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം മാത്രം തണുപ്പിച്ചിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം പഴുത്തിട്ടുള്ള ചെറിയൊരു റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു ജ്യൂസിന് മുന്നിട്ട് നിൽക്കുക നമ്മൾ ഈ ചേർക്കണ പഴത്തിൻ്റെ ഫ്ലേവറാണെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മളിപ്പോൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന റാഗിയുടെ ആ ഒരു കൂട്ടും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചെറിയ 2 കഷ്ണം ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതുമാണ്. ബീട്രൂട്ടൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും. നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ലൊരു കളറ് കിട്ടാനായിട്ട് മാത്രം ചേർക്കണമെന്നേ ഉള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ റാഗിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു ജ്യൂസ്. ഇതിൽ നമ്മളാ ചേർത്തിട്ടുള്ള പഴത്തിൻ്റെയൊക്കെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുക. റാഗിപ്പൊടിയുടെ യാതൊരുവിധ ടേസ്റ്റും ഒട്ടും തന്നെ ഉണ്ടാവില്ല. റാഗിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ജ്യൂസൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, റാഗിയൊക്കെ നമ്മൾ കഴിക്കണതും ഒത്തിരി നല്ലതാണ്. ഇതുവരെ ഈ രീതിയിൽ റാഗിപ്പൊടി വെച്ച് ജ്യൂസൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്